feel when I feel like dying. I'm trying to fly high, but I'm not a pilot, can't deny it. Some days I അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വാക്ക് പറഞ്ഞതുപോലെ 10 പൊതി ഊണ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൊടുക്കാം. ഓക്കെ, നല്ല വെയിൽ കേട്ടാ. അപ്പോൾ ഇവിടെ ക്യൂവിൽ ഒരുപാട് പേര് നിൽക്കുന്നത്. നമ്മുടെ DYFIക്കാർ ഊണ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പിറകെ നിൽക്കുന്നവർക്ക് 10 പേർക്ക് നമുക്ക് കൊടുക്കാം. അല്പം പ്രായം ചെന്നവരെ നോക്കി നമുക്ക് കൊടുക്കാം. അതിനൊരു ശരി. അപ്പോൾ ശരി, പോവാം. ചിലപ്പോൾ ഊണ് കാണാൻ നേരത്തെ എല്ലാവരും കൂടെ ഓടി വരും കേട്ടോ. കാര്യം ഞാനും അങ്ങനെ ഓടി വന്നിട്ടുണ്ട്. നമ്മൾ ഓട്ടം വന്നിട്ടൊക്കെ നിൽക്കാൻ നേരത്തെ ഊണ് കൊടുക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി നിന്നിട്ടുണ്ട്. അപ്പോൾ ഊണ് കാണാൻ നേരത്തെ പെട്ടെന്ന് ഓടി വരും. അപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഒരു പിടുത്തമുള്ളൂ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തൊരു 10 പേർക്കും കൊടുക്കാം അല്ലേ? അതായിരിക്കും അതിൻ്റെ ഒരു ശരി. ഈ പ്രായം ചെന്നവർ നോക്കി കൊടുക്കാം. അപ്പോൾ അവർക്കാകുമ്പോൾ ഒരുപാട് സമയം ക്യൂവിൽ നിൽക്കാൻ പറ്റൂലല്ലേ? നിൽക്കണേണ്ട അപ്പോൾ അങ്ങ് അറ്റം വരെ ഉണ്ട്. ഇഷ്ടം പോലെ ആളും ഊണ് ഒരുമിച്ച് കൊണ്ടുപോയാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ഓരോരോ പൊതിയായിട്ട് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കാം അല്ലേ? ശരി. അപ്പോൾ മാമി ഓരോന്ന് എടുത്ത് തരാമെന്ന് പറഞ്ഞു. നീ അങ്ങറ്റ വരെ നിൽക്കണ്ടേ? ബഹളം ഉണ്ടാക്കരുത്. ഓരോന്നേരം ഞാൻ കൊണ്ടു തരാം. ഓക്കെ, നിങ്ങൾ കൂടെ കഴിച്ചാ? കഴിച്ചില്ലേ? പിന്നെന്ത്? നിങ്ങൾക്ക് ഒരു പൊതി. സന്തോഷമായില്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള സഹായം. അമ്മ ഊണ് കഴിച്ചാ? ഓക്കെ. ഒന്നുകൂടെ സോറി. മാമി കഴിച്ചാ? അപ്പോൾ ഒരു പൊതി നിങ്ങൾ എടുത്തോളൂ. ഇനി എത്ര ഉണ്ട്? അത് മാമി എടുത്തോളണം. ഊണ് തന്നെ. അവിടെ 2 പേർക്ക് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. 10 എണ്ണമാണ് ഞാൻ എടുത്തത്. ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തായിരുന്നേ. അപ്പോൾ അതിൽ 1000 സബ്സ്ക്രൈബ് അടിച്ചാൽ 10 പൊതി ഊണ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 10 പൊതി മേടിച്ചോണ്ട് കൊടുത്താണ്. ശരി ശരി മാമി പോട്ടാ. ശരി എന്നാ. പറ്റുന്ന രീതിയിലുള്ള ചെറിയ സഹായം. സബ്സ്ക്രൈബ് അടിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇനിയും സഹായം ചെയ്യും. ഓക്കെ. വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാൻ പാടില്ലെന്ന് ഒരു പണ്ട് പറയാറുണ്ട്. അപ്പം ഞാൻ വീഡിയോ ചെയ്ത കാര്യം വേറെ ഒന്നുമല്ല, ഞാൻ ചെയ്തത് നിങ്ങൾ കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് മതി വരില്ല. കാര്യം അവിടെ നിന്ന് അത്രയും പേർക്ക് ആഹാരം കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതിനുള്ള മനസ്സുണ്ട്, പക്ഷെ അതിനുള്ള സാമ്പത്തികം കുറവ്. ശരിക്കും പറഞ്ഞാൽ ഊണ് ഞാൻ കൊടുത്തന്നേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ യഥാർത്ഥ കാരണക്കാർ നിങ്ങളാണ്. ഊണ് കൊടുത്ത രീതി ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്തണമായിരുന്നു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ഈ ചെയ്ത പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അതിലൂടെ അറിയിക്കുക. അപ്പോൾ പിന്നെന്താ പറയുള്ളത്, അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇനിയും സബ്സ്ക്രൈബർ കൂടുന്തോറും നമുക്കിതുപോലുള്ള സഹായങ്ങൾ ഒരുപാട് പേർക്ക് നമുക്ക് ചെയ്യാം. പിന്നെന്താ പറയുക, ഞാൻ ഊണ് കഴിച്ചു. കാര്യം അച്ഛൻ ഇപ്പോഴും പറയാറുണ്ട്, വിളമ്പുന്നവൻ ആദ്യം കഴിക്കണമെന്ന്.
കാര്യം വിളമ്പുന്നവൻ വിശപ്പോടുകൂടി വിളമ്പി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ വിളമ്പുന്നവൻ ആദ്യം കഴിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് ഊണ് കൊടുക്കാനെന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഊണ് കഴിച്ചു. ഞാൻ കഴിച്ചിട്ടാണ് കോഴി മാംസം കൊടുത്തത്. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക്, അതായത് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനം ഒരുപാട് നമുക്ക് ചെയ്യാം നമ്മളാൽ കഴിയുന്ന രീതിയിൽ. അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നാൽ മതി, ബാക്കി ഞാൻ ഏറ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ശരി.